ക്രിക്കറ്റിലും നയതന്ത്ര നീക്കവുമായി ഇന്ത്യ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നേക്കുമെന്നുള്ള വാർത്തകൾ ഈ മിനിറ്റിൽ വരുന്നു. പാക് ആഭ്യന്തരമന്ത്രി മോസിൻ നഖ്വി നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിനെ നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തീരുമാനം. ടി സജിത്ത് ചേരുന്നു. സജിത്ത്, എല്ലാ മേഖലകളിലും എല്ലാ ദിശകളിൽ നിന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇനി അത് നയതന്ത്ര മേഖലകളിൽ നിന്നപ്പുറത്തേക്ക് ഇനി ഇത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് കൂടെ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു തലത്തെ കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്ത് തീരുമാനമാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റുമായി എടുക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നത് ഇപ്പോൾ? ഈ പാകിസ്ഥാനുമായുള്ള തർക്കവും സംഘർഷ സാഹചര്യങ്ങളും ഇന്ത്യ സുപ്രധാനമായ നയതന്ത്ര നീക്കമാണ് നടത്തി വരുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടുക ഒരു പുതിയ നയതന്ത്ര നീക്കമായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്പോർട്സിലേക്കും കായിക ഇനങ്ങളിലേക്കും ഈ നയതന്ത്ര നീക്കം കടന്നു വരുന്നു എന്നതാണ് സാഹചര്യം. അതായത് പാകിസ്ഥാൻ ബഹിഷ്കരണം എന്നത് അത് സ്പോർട്സിലും കടന്നു വരികയാണ്. ക്രിക്കറ്റിൽ പാകിസ്ഥാനെ ബഹിഷ്കരിക്കാനുള്ള നീക്കമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഏഷ്യ കപ്പ് മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. BCCI ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിൽ കൂടിയും നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ BCCI അത്തരം ആലോചനകളിലേക്ക് കടന്നു എന്നതാണ്. ഇതിന് കാരണമായി കാണുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി പാകിസ്ഥാൻ മന്ത്രി മോസിൻ നഖ്വിയാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ, അതായത് പാകിസ്ഥാൻ നയിക്കുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ അവർ നയിക്കുന്ന ടൂർണമെൻറ്റിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ വരുന്നു എന്നതാണ് സാഹചര്യം. എല്ലാ തരത്തിലും പാകിസ്ഥാനെ ബഹിഷ്കരിക്കുക, പാകിസ്ഥാൻ്റെ മായുള്ള നയതന്ത്ര നീക്കങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. എന്തായാലും ഇത്തരം നീക്കത്തിലേക്ക് തന്നെ BCCI കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ വർഷം നടക്കുന്ന വനിതാ കപ്പുണ്ട്, അതിനുശേഷം 2026 മെൻസ് കപ്പും ടൂർണമെൻറ്റ് നടക്കാനുണ്ട്. എന്തായാലും ഈ രണ്ട് ടൂർണമെൻറ്റുകളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റും സംഘടിപ്പിച്ചത് പാകിസ്ഥാനായിരുന്നു ആതിഥേയത്വം വഹിച്ചിരുന്നത്. ഇന്ത്യ ഈ കാരണത്താൽ തന്നെ അത് വിട്ടുനിന്നിരുന്നു. തുടർന്ന് ശ്രീലങ്കയിലായിരുന്നു മത്സരങ്ങൾ നടത്തി. പിന്നീട് ഇന്ത്യ ആ തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ പൂർണ്ണമായും ടൂർണമെൻറ്റിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് BCCI എത്തുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെതിരായ കൂടുതൽ ശക്തമായ നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് സ്പോർട്സിലേക്കും കൂടി ഈ ബഹിഷ്കരണം വരുന്നത്. അല്ല, അങ്ങനെ ഒരു ബഹിഷ്കരണത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാക് ക്രിക്കറ്റ് ബോർഡിനൊക്കെ ഇത് വലിയ തരത്തിൽ ഈ മത്സരത്തിൽ നിന്ന് തന്നെ ഇന്ത്യ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു തരത്തിലൊരു ചർച്ചകൾ നടക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മേഖലയിലുള്ളവർ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടോ സഹിതം? ആ തരത്തിൽ വന്നില്ല. പക്ഷേ അവർ സൂചിപ്പിച്ചത് ഒരു പ്രസക്തമായ കാര്യമാണ്. കാരണം ഇക്കാര്യത്തിൽ BCCI എടുക്കുന്ന തീരുമാനങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. കാരണം രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡുകളിൽ ഒന്നാണ് ഇന്ത്യയുടേതാണ്. സ്വാഭാവികമായും ക്രിക്കറ്റിൽ ഇന്ത്യ ഇത്തരമൊരു ബഹിഷ്കരണ നീക്കം പ്രഖ്യാപിച്ചാൽ കൂടുതൽ ലോകരാജ്യങ്ങളുടെ ക്രിക്കറ്റിൽ മറ്റ് ICC ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അടക്കമുള്ള ഇടപെടലുകൾ ഒരുപക്ഷേ ഇക്കാര്യത്തിൽ വേണ്ടിവരും. കാരണം ഒരു രാജ്യത്തെ ഈ തരത്തിൽ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സമ്മർദ്ദത്തെ മറ്റ് ഇടപെടൽ കൂടി ഉണ്ടായി വരുന്ന സാഹചര്യം കൂടി തീർച്ചയായും ഉണ്ടാവും. എന്തായാലും ഇത് സംബന്ധിച്ച പ്രതികരണം വരാതിരിക്കുന്നു. ആദ്യം വ്യക്തത ഉണ്ടാവേണ്ട കാര്യം BCCI ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ എന്നതാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഇക്കാര്യം തീരുമാനം ഔദ്യോഗികമായി ഉണ്ടാകുമെന്നാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള പരമ്പരയിൽ നിന്നും മാറിയേക്കും എന്നുള്ള ചില സൂചനകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് ബംഗ്ലാദേശുമായിട്ടുള്ള ആ മത്സരത്തിലും അത് ഒരുപക്ഷെ അതേ നിലപാട് തന്നെ സ്വീകരിച്ചേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അതിനെ എങ്ങനെ കാണണം? അപർണ, ഈ ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുമായുള്ള സംഘർഷം, ഈ സാഹചര്യങ്ങളിലെല്ലാം ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല, പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നൊരു നയതന്ത്രമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് തുർക്കി, അസർബൈജാൻ രാജ്യങ്ങളെ പലതരത്തിൽ ബഹിഷ്കരിക്കുന്ന ഇന്ത്യയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു നീക്കം ഈ സ്പോർട്സിലേക്കും കടന്നു വന്നാൽ, ക്രിക്കറ്റിലേക്കും കടന്നു വന്നാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂല നിലപാടുകളെടുത്ത രാജ്യങ്ങളെ അവരുമായി ഇനി സഹകരിക്കില്ല, ക്രിക്കറ്റിലും സഹകരണമില്ല എന്നൊരു നിലപാടിലേക്ക് കൂടി ഒരുപക്ഷെ അത് പോയേക്കാം. അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശ് അടക്കം ആ തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം. BCCIയുടെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വരേണ്ടി വരും. എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ ബഹിഷ്കരണ നീക്കങ്ങൾ, പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുക, അത് ആയുധങ്ങളിലൂടെ മാത്രമല്ല അല്ലാതെയും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കുകയാണെങ്കിൽ PCB അടക്കം തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കോടികളുടെ നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാകുക. ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ നിന്നും ഇന്ത്യ പിന്മാറുമെന്നുള്ള സൂചനകളും വരുന്നു. അങ്ങനെയാണെങ്കിൽ അതും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചുള്ള വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിനിടെ